അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുകവലി എന്നുള്ളത് പല ആളുകളും അത്ര ഗൗരവത്തോടെ എടുക്കുന്ന ഒരു വിഷയമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല നമ്മുടെ സമൂഹത്തിൽ. സത്യവിശ്വാസികളായ ആളുകൾ പോലും അത് കുഴപ്പമില്ല എന്നൊരു തരത്തിലേക്കും, അല്ലെങ്കിൽ അതൊരു കറാഹത്തായ ഒരു കാര്യമാണ്, അതുകൊണ്ട് ശിക്ഷയൊന്നും കിട്ടൂല എന്നൊരു വിചാരമാണ് പലരെയും അത് വലിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അത് കുഴപ്പമില്ലല്ലോ എന്ന ധാരണ. എന്നാൽ അങ്ങനെയല്ല, നമുക്ക് ഹലാലായ കാര്യമല്ല എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ നമ്മൾ പുകവലിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദുഖാനു ഹറാമുൻ ലി അദില്ലത്തിൽ ആമ്മ അല തഹരീമിഹി. അത് ഹറാമാണ്. ഇസ്ലാമിക പ്രമാണങ്ങളുടെ നിയമങ്ങൾ, തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത് ഹറാമാണ് എന്നാണ്. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വന്ന കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി. ഒന്ന് സൂറത്തുൽ ബഖറയിലെ വലാ തുൽഖു ഐദീകും ഇല തഹ്ലുക, സ്വന്തം നഫ്സിനെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിയിടരുത് എന്നാണ്, ഇട്ടുകൊടുക്കരുത്. പുകവലി എന്നുള്ളത് നാശത്തിലേക്ക് നമ്മെ കൊണ്ടു തള്ളുകയാണ് എന്നുള്ളതിൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്കും അതല്ലെങ്കിൽ ശാസ്ത്രത്തെ മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മെ സ്വന്തത്തെ കൊല്ലുകയാണ് എന്നർത്ഥം. അല്ലാഹു പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് കിട്ടോ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ഈ പുകവലി പതുക്കെ പതുക്കെ നമ്മുടെ നാശത്തിലേക്കും വഴി വെക്കുന്ന ഒരു ദുശീലമാണ്. മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാൻ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കൃത്യമായി അല്ലാഹു പറഞ്ഞു തരാൻ, യസ്അലൂനക മാദാ ഉഹില്ല ലഹും, അവർക്ക് ഹലാലാക്കിയ കാര്യം എന്താണ് എന്ന് അവർ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്രവാചകരെ ഖുൽ, താങ്കൾ പറയണം, ഉഹില്ല ലകുമുത് ത്വയ്യിബാത്ത്, അവർക്ക് നല്ലത് മാത്രമാണ് നാം ഹലാലാക്കിയത് എന്ന്. സഹോദരങ്ങളെ, പുകവലിയെ സംബന്ധിച്ച് ആരെങ്കിലും അത് നല്ലതാണെന്ന് പറയും? ഇല്ലല്ലോ. പുകവലി നല്ലതാണെന്ന് പറയുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അള്ളാഹിൻ്റെ ഭൂമി ലോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലതല്ല, നല്ലത് മാത്രമാണ് അള്ളാഹു നമുക്ക് ഹലാലാക്കിയത് എന്നാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് ഉപദേശിച്ചപ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞത് വകരിഹ ലക്കും അൽ ഖീല വൽ ഖാൽ, കണ്ടതും കേട്ടതൊക്കെ പറയാന്നുള്ള അള്ളാഹ് നിങ്ങൾക്ക് വെറുത്ത കാര്യമാണ്. കസറത്തു സുആൽ, ധാരാളമായി വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചോദ്യം ചോദിക്കുക എന്നുള്ളത് അള്ളാഹ് വെറുത്ത കാര്യമാണ്. ഇളാഅത്തുൽ മാൽ, സമ്പത്ത് വെറുതെ കളഞ്ഞു കുളിക്കുക എന്ന് പറയുന്നത്, വെറുതെ സമ്പത്ത് ചെലവഴിക്കുക, കളയാ, അത് നമുക്ക് ഹലാലല്ല, അള്ളാഹ് വെറുത്ത കാര്യമാണ് എന്നാണ്. അള്ളാഹ് വെറുത്തൊരു കാര്യമാണ് ഈ സിഗരറ്റ് വലിക്കുക എന്നുള്ള. അതിമൊന്നും കിട്ടിയില്ലേ? കാരണം അത് നമ്മളെ സമ്പത്ത് ഉപയോഗപ്പെടുത്തല്ലോ, ഉപകാരപ്പെടുത്തല്ലോ. ഒരു ദുനിയാവിൽ ഒരാൾക്കും ഉപകാരമില്ലാത്തൊരു കാര്യമാണ് സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. അത് സമ്പത്ത് വെറുതെ ഊതി തീർക്കുക, ഒരാൾക്കും ഉപകാരമില്ലാത്ത രൂപത്തിൽ നശിപ്പിക്കുക. മാത്രമല്ല സഹോദരങ്ങളെ, നമുക്ക് മാത്രം, വലിക്കുന്നവർക്ക് മാത്രമാണോ അതുകൊണ്ടുള്ള പ്രശ്നം? അതല്ല, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും അതുകൊണ്ട് പ്രശ്നമാണ്. മക്കൾക്ക്, ഭാര്യക്ക്, വാപ്പാക്ക്, ഉമ്മാക്ക്, വീട്ടുകാർക്ക്, നാട്ടുകാർക്ക് ഒക്കെ നമ്മൾ ഉപദ്രവം വരുത്തി തീർക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ഫലാ യുഅ്ദി ജാറഹു, തൻ്റെ അയൽപക്കക്കാരനെ, തൻ്റെ അടുത്തിരിക്കുന്നവനെ, തൻ്റെ അടുത്ത് നിൽക്കുന്നവനെ, തൻ്റെ ജോലിയിലായാലും എവിടെയായാലും തൻ്റെ അയൽവാസി ആരാണോ അവരെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത് എന്നാണ്. എന്നാൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ ഉപദ്രവിക്കുകയല്ല ചെയ്യണത്. അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ തീർച്ചയായും ശിക്ഷ ഉണ്ടാവുന്നല്ലേ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മോട് പറയുന്നൊരു സന്ദേശമുണ്ട്, ലാ തുഉദുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്.
മാത്രമല്ല ഏതെങ്കിലും ഒരാൾ മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ അവർ സ്വർഗ്ഗമുണ്ട് എന്നാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ എനിക്ക് സ്വർഗ്ഗത്ത് പോകണം, ദുല്ലൂനി അലാ അമലിൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു അമല് എനിക്ക് പറഞ്ഞുതരോ അള്ളാഹുവിൻ്റെ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസിലിൽ അദാ അനി ത്വരീഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന നടന്നു നീങ്ങുന്ന വഴികളിലെ ഉപദ്രവങ്ങൾ നീ നീക്കി കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗ്ഗത്ത് പോകാനാണ്. ഈ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് ഉപദ്രവം ഉണ്ടാക്കലല്ലേ, അതോ ഉള്ള ഉപദ്രവം നീക്കുക? ഉള്ള ഉപദ്രവം നീക്കലാണ്, അത് വലിക്കാതിരിക്കുക എന്നുള്ളതും വലിക്കുന്നവർ വലി നിർത്തുക എന്നുള്ളതും. എന്തിനാണ് സഹോദരങ്ങളെ നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ ഉപദ്രവിക്കുന്നത്? ഇതിങ്ങനെ പുറത്തേക്ക് വലിച്ചൂതുക എന്നുള്ളത് ഈ ലോകത്തോട് തന്നെ ചെയ്യുന്ന അക്രമല്ലേ, മുഴുവൻ ആളുകളോടും ചെയ്യുന്ന അക്രമല്ലേ ആണ്. അതുകൊണ്ട് അത്തരം ആളുകളായി നമ്മൾ മാറരുത്. ചില ആളുകളുണ്ട്, അവർ ഒതു എടുത്തു വന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ടാണ് പള്ളിക്ക് കയറുക. എന്തൊരു ദുർഗന്ധമാണെന്ന് അറിയത്. അടുത്തിരിക്കുന്ന ആൾക്കാർ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ദുർഗന്ധത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഉള്ളിൽ നിന്നിട്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിഗരറ്റ് വലിച്ച് നിസ്കരിക്കാൻ വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു നന്മയാണ്. ഇത് വലിയൊരു ഉപദ്രവമാണ് സ്വന്തത്തിനും മറ്റുള്ളവർക്കും. ഒരു മുസ്ലിം ആരാന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുസ്ലിമു മൻ സല്ലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, തൻ്റെ കൈകളുടെ പ്രവർത്തനം, തൻ്റെ നാവിൻ്റെ വാക്കുകൾ, ഈ രണ്ട് ഉപദ്രവങ്ങളിൽ നിന്നും മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നവൻ ആരാണോ അവനാണ് മുസ്ലിം എന്നാണ്. ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ എല്ലാവരും ഉപദ്രവിച്ചു കൊടുക്കുകയല്ലേ, പിന്നെ മുസ്ലിം എന്ന് പറയാൻ ആൾക്ക് നാണല്ലേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തകുഫു ഷർറക അനിന്നാസ്, നിന്റെ ഷെറിനെ ജനങ്ങളെ തൊട്ട് നീയൊന്ന് തടുക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നീ നിന്റെ തിന്മ ജനങ്ങളെ തൊട്ട് നീ തടുക്ക്. എന്നാൽ ഫഇന്നഹാ സ്വദഖത്തും മിൻക അലാ നഫ്സിക്, അത് നിനക്കൊരു സ്വദഖയായി അള്ളാഹു രേഖപ്പെടുത്തും. സിഗരറ്റ് വലിക്കാതിരുന്നാൽ അതൊരു സ്വദഖയായി അള്ളാഹു രേഖപ്പെടുത്തും. സഹോദരങ്ങളെ, ഇത് ഒരു വലിയ ഉപദ്രവമാണ്, സാമൂഹിക തിന്മയാണ് സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ അള്ളാഹുവോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹ് ചോദിക്കും. ഈ ആളുകളെ മുഴുവൻ ഉപദ്രവിച്ചിട്ട് അള്ളാഹ് വെറുതെ വിടൂല. അത് ചെയ്താൽ ശിക്ഷയില്ലാത്ത, അതുപോലെ ചെയ്തില്ലെങ്കിൽ കൂലിയുള്ള കാര്യം അങ്ങനെയാണോ? കറാത്ത് അല്ല, അത് തിന്മയാണ്, തെറ്റാണ്, ശിക്ഷിക്കപ്പെടാൻ കാരണമായ ഒരു കാര്യമാണ്. ജനങ്ങളെ മുഴുവൻ ഉപദ്രവിക്കുകയാണ്, വീട്ടുകാരെ ഉപദ്രവിക്കലാണ്, ഭാര്യയെ ഉപദ്രവിക്കലാണ്, മക്കളെ ഉപദ്രവിക്കലാണ്. അതുകൊണ്ട് ഈ ദുശീലം നമ്മൾ നിർത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.